ഇന്ന് കാർഗിൽ ദിവസമാണ്. കാർഗിലിൽ ഇന്ത്യ രാജ്യത്തിനുണ്ടായ വിജയത്തിൽ ഭാരതത്തിലെ ജനങ്ങൾ മുഴുവൻ അഭിമാനിക്കുന്ന ദിവസം. ആ അഭിമാനത്തെക്കാൾ കൂടുതൽ ഈ ദിവസം നമ്മുടെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഭാരതത്തിനു വേണ്ടി, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ധീരമായി പടപൊരുതി വീരചരമം പ്രാപിച്ച ജവാന്മാർ. 65-ലും 71-ലും കാർഗിലുമെല്ലാം നമ്മെ വിട്ടുപിരിഞ്ഞു പോയ ആ ജവാന്മാരെ, അവരെ സ്മരിക്കാൻ, അവരുടെ ജീവത്യാഗം ഓർക്കുവാൻ അവരുടെ കുടുംബാംഗങ്ങൾ മാത്രമല്ല, ഭാരതത്തിലെ മുഴുവൻ ജനതയും ഉണ്ടെന്ന് ബോധ്യപ്പെടാനും ഈ ദിവസം നമ്മൾ വിനിയോഗിക്കുക. ഇന്ത്യക്ക് വേണ്ടി, നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി, രാജ്യത്തിന് വേണ്ടി പടപൊരുതി ജീവത്യാഗം ചെയ്തവരെ സ്മരിക്കാനും ആ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാനും നമ്മൾ പരാജയപ്പെട്ടാൽ അത് ക്ഷമിക്കാനാവാത്ത കുറ്റമാണ്. അതുകൊണ്ടൊരു കടമയായി കരുതിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. നമുക്ക് വേണ്ടി പടപൊരുതി ജീവത്യാഗം വരിച്ച ജവാന്മാരെ, അവരുടെ കുടുംബാംഗങ്ങളെ, ഇന്നും രാജ്യത്തെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ജവാന്മാരെ എല്ലാം സ്മരിക്കാനും അവരോടുള്ള കടപ്പാട് പ്രകടിപ്പിക്കാനുമുള്ള ഉത്തരവാദിത്വവും ബാധ്യതയും രാജ്യത്തിനുണ്ട്. ഇന്ന് ഇന്ത്യ രാജ്യത്തിൻ്റെ ശക്തി, ഇന്ത്യ രാജ്യത്തിൻ്റെ ആത്മവിശ്വാസം ഈ ജവാന്മാര് നമുക്ക് നൽകുന്ന ശക്തിയാണ് എന്നുള്ള തിരിച്ചറിവ് രാജ്യത്തിനുണ്ട്. അതുകൊണ്ട് മൺമറഞ്ഞു പോയ ധീര ജവാന്മാരെയും ഇന്ന് രാജ്യത്തെ കാത്തുസൂക്ഷിക്കുന്ന ജവാന്മാരെയും ഓർക്കുവാനും അവരോട് അങ്ങേയറ്റം അനുഭാവം പ്രകടിപ്പിക്കാനും രാജ്യം എന്നും നിലകൊള്ളേണ്ടതാണ്. ഇതൊരു കേവലം ചടങ്ങല്ല. ഇവിടെ വാക്കുകൾക്ക് വലിയ പ്രസക്തിയില്ല. അതിലുപരി ഈ വികാരപരമായിട്ടുള്ള ധന്യമായ ചടങ്ങിൽ, ആ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ എൻ്റെ ശിരസ് നമിക്കുന്നു. ധീര ജവാന്മാരുടെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഇന്ന് സ്ഥലം കൊടുക്കുന്ന ജില്ലകളിലെല്ലാം സൈനിക് സെന്റേഴ്സ് തുടങ്ങാനും എക്സ് സർവീസുകാരുടെ ആരോഗ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഹെൽത്ത് രംഗത്ത് പോളിയോ ക്ലിനിക്സ് സ്ഥാപിക്കാനും ഇന്ന് പ്രതിരോധ വകുപ്പ് തയ്യാറായി മുമ്പോട്ട് വന്നിട്ടുണ്ട്. ഇതുവരെ സ്ഥലം കേരളത്തിൽ കൊടുത്തിട്ടില്ലാത്ത 6 ജില്ലകൾ വീതമാണ് ഈ സൈനിക് സെന്റേഴ്സിൻ്റെയും പോളിയോ ക്ലിനിക്സിൻ്റെയും കാര്യത്തിലുള്ളത്. സൈനിക് സെന്റേഴ്സിലെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്, കണ്ണൂർ ഈ 6 ജില്ലകളിൽ സൈനിക് സെന്റേഴ്സിന് ആരംഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള അത് പണിയുന്നതിനാവശ്യമായിട്ടുള്ള സ്ഥലം
വിട്ടുകൊടുക്കാൻ ജില്ലാ കളക്ടർമാരോട് ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അതുപോലെ തന്നെ പോളിക്ലിനിക്സ് ഇന്നില്ലാത്ത 6 ജില്ലകൾ കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ഈ 6 ജില്ലകളിൽ പോളിക്ലിനിക്സ് ആരംഭിക്കുന്നതിനാവശ്യമായ സ്ഥലം വിട്ടുകൊടുക്കാനും ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്ന് പറയാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഇന്ന് കാർഗ് ദിവസ് വാർ വിഡോസിനെ നമ്മൾ ആദരിക്കുന്ന ഈ അവസരത്തിൽ കേരളത്തിൽ നിന്നുള്ള 600ഓളം വാർ വിഡോസ് ഉണ്ടെന്നാണ് സൈനിക് ക്ഷേമ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അവരോടുള്ള അത് പ്രകടമാക്കുന്നതിന് സംസ്ഥാന ഗവൺമെൻറ് സൈനിക ക്ഷേമ നിധിയിൽ നിന്ന് ഓരോരുത്തർക്കും 2000 രൂപ വെച്ച് കൊടുക്കാൻ 12 ലക്ഷം രൂപ അനുവദിച്ച വിവരം കൂടി നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ആ സ്മരണയ്ക്ക് മുമ്പിൽ തലകുനിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.